പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി ഉത്രാടോത്സവം സംഘടിപ്പിച്ചു. പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി ഉത്രാടോത്സവം എന്ന പേരിൽ വിവിധ മത്സരങ്ങൾ നടന്നു. പൊന്നാനി AV ഹൈസ്കൂളിൽ നടന്ന ഉത്രാടോത്സവം നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. തഹസിൽദാർ പ്രമോദ് P. ലാസറസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീകലാചന്ദ്രൻ, PV അയ്യൂബ്, ജിസൺ P. ജോസ്, മുഹമ്മദ് പൊന്നാനി, വിജി ജോർജ്, ഡോക്ടർ കൃഷ്ണകുമാർ, P. ഹസൻകോയ, P. നിസാർ എന്നിവർ സംസാരിച്ചു. K. മുരളീധരൻ സ്വാഗതവും K. കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. പൂക്കള മത്സരം, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, മ്യൂസിക് ചെയർ, ഓണപ്പാട്ട്, ചിത്രരചന, ലെമൺ സ്പൂൺ, കമ്പവലി എന്നീ മത്സരങ്ങൾ നടന്നു. VPS കളരി സംഘത്തിന്റെ കളരി പ്രദർശനവും അരങ്ങേറി. നമ്മൾ ഓരോ ഓണാഘോഷങ്ങളെ സംബന്ധിച്ച് വിവിധ ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട്. വലിയവനൊന്നോ ചെറിയവനൊന്നോ ഇല്ലാതെ എല്ലാവരും സമത്വത്തോടു കൂടി കാണുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഓണക്കാലം. ആ രീതിയിൽ നമ്മുടെ നാടിനും നല്ല നന്മയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ഇത്തരം പരിപാടികൾക്ക് വലിയ പ്രസക്തതയുണ്ട്. പൊന്നാനി താലൂക്ക് തലത്തിലുള്ളൊരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ സംഘാടകർ ഒരുമിച്ച് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും. കൂടാതെ നമ്മളെ പൊന്നാനിയിൽ തന്നെ ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ നിന്നൊക്കെ ഓരോ പരിപാടി പങ്കെടുപ്പിച്ചാൽ എത്രയോ ഭംഗിയായിട്ട് ഈ പരിപാടി നടക്കും, പങ്കാളിത്തം ഉണ്ടാവും. അത് അടുത്ത വർഷമെങ്കിലും അതൊന്ന് ശ്രദ്ധയിൽ വെച്ചിട്ട് നമ്മൾ ഈ പരിപാടി വിജയിപ്പിക്കാൻ, ഇത് നമുക്ക് ചെറിയൊരു പരിപാടി ഓണാഘോഷം എന്ന് പറയാൻ വയ്യ, ഒരു വാർഡ് തല പരിപാടി സംഘടിപ്പിച്ചാൽ പോലും ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു പ്രതീകമാണ് ഈ ഓണം. മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഓണമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഓണം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ വർഷവും നമ്മളിവിടെ പരിപാടി നടത്താറുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് ക്രോസ് കൺട്രി മത്സരം ഉണ്ടായിരുന്നു. എടപ്പാളിൽ നിന്ന് പൊന്നാനി ISS സ്കൂൾ വരെ. ആ താല്പര്യം 52 കുട്ടികൾ പങ്കെടുത്തു. അതിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അത് ഓടി പൂർത്തിയാക്കി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായത്. എന്നാൽ അതോടൊപ്പം 4 സ്ത്രീകളും ആ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് അത്രയും ദൂരം അവർ തരണം ചെയ്തത്. അപ്പോൾ താല്പര്യമാണ്, പരിപാടികൾക്കുള്ള താല്പര്യം കൊണ്ടാണ് ഇവരൊക്കെ പങ്കെടുത്തത്. 52 പേര് പങ്കെടുത്തതിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, 7 വയസ്സുള്ള കുട്ടികളുണ്ട്. ഇവരൊക്കെ അത് ഫിനിഷ് ചെയ്തെന്നുള്ളതാണ് ഏറ്റവും വലിയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഓണാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.